വെൽക്കം ടു ഫാഷൻ ഡോട്ട് ചാനൽ. നമ്മളുടെ പ്രിൻസസ് കട്ടിന്റെ ഡിഫറെന്റ് ഷേപ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഷേപ്പ് ബി, നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഷേപ്പ് ബിയിലുള്ള പോർഷൻസ് എങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ അറ്റാച്ചിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഷേപ്പ് ബിയിൽ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾക്ക് ആവശ്യമായ ആം പാർട്ടും പ്രിൻസസ് കട്ടിന്റെ നെക്ക് പാർട്ടും ഇതുപോലെ കട്ടായിട്ടുണ്ട്. സോ ഓരോ ഷേപ്പിനും നമ്മൾ ഓരോ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഫിറ്റിംഗ് ഉറപ്പായും നമ്മൾക്ക് ചേഞ്ച് ആവും. ഇതിന്റെ സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെ വരുന്നു എന്നും നോക്കാം. എല്ലാത്തിലും നമ്മുടെ എല്ലാ ഷേപ്പിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹുക്ക് സൈഡ് പാർട്ടായാലും നെക്ക് സൈഡ് പാർട്ടായാലും സെന്റർ നോച്ച് ഉണ്ടാവും. സോ ആ സെന്റർ നോച്ച് മാച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിൽ വെച്ച് കാണിച്ചിരിക്കുന്നത് നോക്കൂ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. സോ ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. ബട്ട് ചെറിയ ചെറിയ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കപ്പിന്റെ ഷേപ്പ് എ ഡിഫറെൻ്റ് ആയി കാണിക്കും. ഷേപ്പ് ബി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. സോ ഇതിപ്പോൾ അറ്റാച്ച് ചെയ്തു. ഇതിൽ നോക്കുകയാണെങ്കിൽ അറിയാം, നിങ്ങൾക്ക് മുകളിലുള്ള പോർഷൻ ആ കേർവ് വരില്ല, എക്സസ് പീസ് ഒന്നും തന്നെ വരില്ല. ബോട്ടം പാർട്ടിൽ മാത്രം, അതായത് എ പോർഷനിൽ നമ്മൾ എന്ത് കറപ്ഷനാണോ ചെയ്തത് അതുപോലെ ഒരു സ്മാൾ പീസ് മാത്രം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എടുത്തതിന് ശേഷം നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ആ ബാക്ക് സൈഡും നമ്മളുടെ ഫ്രണ്ട് സൈഡും വെച്ച് നോക്കിയാൽ സെയിം നമ്മൾക്ക് താഴെ ഒരു 1/2 ഇഞ്ചിനായുള്ള അലവൻസ് ഉണ്ടാവും. ഇതും നമ്മൾ റെഗുലറായി ഒരു ബെൽറ്റ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് അതുപോലെ ബോട്ടവും ഫിനിഷ് ചെയ്യാം. 1/2 ഇഞ്ച് അലവൻസ് മെയിൻറ്റെയിൻ ചെയ്തോളൂ. അടുത്തടുത്ത ഷേപ്സിൻ്റെ വീഡിയോസ് എല്ലാം നമ്മളുടെ ചാനലിൽ ഉണ്ടാവും. സോ നിങ്ങൾ നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കിയാൽ ഓരോ ഷേപ്പിനും എങ്ങനെയെല്ലാം ഡിഫറൻസ് സ്റ്റിച്ചിങ് അലവൻസ് ഉണ്ട്, അതുപോലെ ഫിനിഷിംഗ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.